ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ ഫ്രൈ ആണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഈ വെജിറ്റബിൾ ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ മറ്റ് ഫ്രൈ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും കഴിക്കാവുന്നതാണ്. നോൺ വെജ് ഇല്ലാതെയും നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. അത്രയ്ക്കും ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ളൊരു വെജിറ്റബിൾ ഫ്രൈ ആണിത്. ഞാനിവിടെ വഴുതനങ്ങ ഫ്രൈ അഥവാ ബ്രിഞ്ചാൾ ഉപയോഗിച്ചിട്ടുള്ള ഫ്രൈ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ബ്രിഞ്ചാൾ ബ്രീഫ് ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നമുക്ക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സെൻറ്ററൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ വഴുതനങ്ങൾക്ക് ചെറിയൊരു കേടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേടൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലവർ ഇട്ടതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടലപ്പൊടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബ്രിഞ്ചാൾ ഫ്രൈക്ക് കുറച്ചുകൂടി ഒന്ന് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഓയിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചാൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു 2 ബാച്ചാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ബാച്ചിൽ നമുക്കിത് പോവില്ല. അതുകൊണ്ട് 2 ബാച്ചാക്കി തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഞാനിതിപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. ഷാലോ ഫ്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ നമുക്ക് വേവുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടവർക്ക് വേഗം തന്നെ അത് നമുക്ക് എണ്ണയിൽ നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ആയതുകൊണ്ടാണ് നന്നായി ക്രിസ്പി ആവുന്നത് വരെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ചൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ എണ്ണയിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കിയുള്ള ഓയിലിലേക്ക് അടുത്തതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ എന്ന് പറയുമ്പോൾ. നമുക്ക് അധികം സമയമൊന്നും വേണ്ട ഈ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഈ ബ്രിഞ്ചാൾ ഫ്രൈ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് ചൂടോടുകൂടി കഴിക്കുകയാണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രിഞ്ചാൾ കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെയൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ ബ്രിഞ്ചാൾ ഫ്രൈ ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ടാണ് വീഡിയോയിൽ നല്ല സൗണ്ട് തോന്നുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്